ഇന്നലെ 5:45ഓടെയാണ് മാടക്കത്തറ AV സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി നൽകുന്ന ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചത്. ഇതോടെ 4-ാം നമ്പർ ജനറേറ്റർ തകരാറിലായി. പിന്നീട് ആകെയുള്ള 6 ജനറേറ്ററുകളിൽ 4ഉം 5ഉം ഒഴികെയുള്ളവ പ്രവർത്തിച്ചു തുടങ്ങി. കഴിഞ്ഞ ഞായറാഴ്ച തുച്ചിയാടിൽ തീപിടുത്തമുണ്ടാവുകയും 5-ാം നമ്പർ ജനറേറ്റർ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ മൂലമറ്റത്ത് അടിക്കടി ഉണ്ടാകുന്ന പൊട്ടിത്തെറിക്ക് കാലപ്പഴക്കമാണ് കാരണമായി പറയുന്നത്. കഴിഞ്ഞ ആഴ്ച സർക്യൂട്ട് ബ്രേക്കർ പൊട്ടിത്തെറിച്ചത് കാരണം 3 ജനറേറ്ററുകളുടെ പ്രവർത്തനം നിലച്ചിരുന്നു. പിന്നീട് ഘട്ടം ഘട്ടമായി പ്രവർത്തനം പുനരാരംഭിച്ചെങ്കിലും ഉൽപാദനം പൂർണ്ണതോതിലായിരുന്നില്ല. 18 ദശലക്ഷം വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് മൂലമറ്റത്തെ ജനറേറ്ററുകൾ. ഇടുക്കി അണക്കെട്ടിൽ ജലം നിറഞ്ഞുകിടക്കുന്നതിനാൽ പരമാവധി ഉൽപാദനം നടക്കേണ്ട സമയത്താണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. 2 വർഷം മുൻപ് പവർ ഹൗസിലെ 5-ാം നമ്പർ ജനറേറ്റർ പൊട്ടിത്തെറിച്ച് 2 എഞ്ചിനീയർമാർ മരിച്ചിരുന്നു. പവർ ഹൗസ് നവീകരണം സംബന്ധിച്ച് പഠനം നടത്താൻ ബാംഗ്ലൂരിലെ PPRIയിലെ വിദഗ്ധരെ ഏൽപ്പിച്ചിരുന്നെങ്കിലും നവീകരണം ആവശ്യമില്ലെന്ന റിപ്പോർട്ടാണ് ഇവർ നൽകിയത്. വർഷാവർഷം അറ്റകുറ്റപ്പണികൾ കൃത്യമായി നിർവഹിച്ചാൽ മതിയെന്നായിരുന്നു ഇവരുടെ നിർദ്ദേശം. ബിജു തറയിൽ, മീഡിയ.